നമ്മൾ 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മുഖം കഴുകി വന്നിട്ട് നല്ല റിസൾട്ട് തന്നെയല്ലേ. പറഞ്ഞ പോലെ തന്നെ നല്ല റിസൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അല്ലേ. ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇന്ന് നമ്മൾ അടിപൊളി ഒരു ഫേസ് പാക്ക് തന്നെയാണ് കേട്ടോ. അത് പറഞ്ഞ രീതിയിൽ ചെയ്താൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. അത് ഞാൻ മുന്നേ കൂട്ടി പറയുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും സമയമില്ലായ്മ ഒരു വശമാണല്ലോ. അപ്പോൾ ഈ സ്കിപ്പ് ചെയ്ത് പോകുമ്പോൾ നമ്മളിവിടെ അതിൻ്റെ ഇടയിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവാണ്ട് പിന്നെ കമൻറ്റിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളത് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഹെയർ പാക്കിൻ്റെ ആയാലും എന്തിൻ്റെ ആയാലും നമ്മൾ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ പറയുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഇനി അത് കട്ട് ചെയ്ത് പോയാവോ എന്നൊരു സംശയം വരും. അപ്പോൾ ഞാൻ വീണ്ടും നമ്മുടെ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ എനിക്ക് ഒന്നാമത് എൻ്റെ വീഡിയോ പലവട്ടം കാണാൻ പാടില്ല. അത് നിങ്ങൾക്കറിയില്ലല്ലോ. അത് കുറച്ച് ചട്ടങ്ങളൊക്കെ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ഞങ്ങൾ തന്നെ കണ്ടു കഴിഞ്ഞാൽ അത് റീവാല്യൂ ആയിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് ഇൻഷോട്ടിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഇപ്പുറത്ത് പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ആ ഭാഗത്തോട്ട് തിരിഞ്ഞ് നോക്കാറില്ല. അപ്പോൾ കമൻറ്റ് വരുമ്പോൾ അത് കാണിച്ചില്ലല്ലോ, ബാക്കി എന്താ പറച്ചിൽ മാത്രമേ ഉണ്ടായുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വീണ്ടും വീഡിയോ എടുത്ത് നോക്കുമ്പോൾ ഓൾറെഡി കാര്യങ്ങളൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ധൃതി കൊണ്ട് നമുക്ക് പെട്ടെന്നൊന്നും കാണാനുള്ള ക്ഷമയില്ല. അപ്പോൾ എല്ലാവർക്കും അതുകൊണ്ടാണ് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ പറയുന്നത് കേട്ടോ. നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയൊരു പോയിൻ്റ് അതിൻ്റെ ഇടയിൽ പറഞ്ഞു പോയാൽ ഞങ്ങൾ വിചാരിച്ച റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ ചീത്ത പറയില്ലേ വന്നിട്ട്, അതങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ ഒന്ന് പറയില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് പറയണത്. ഒന്ന് ശ്രദ്ധിച്ച് കേട്ടിട്ട് ചെയ്യാം കേട്ടോ. അവരവരുടെ ഫേസിൻ്റെ ഒരു കാര്യമാണ്. അപ്പോൾ അത് നമുക്ക് പലർക്കും പല സ്കിന്നാണ് ആദ്യം തന്നെ ഉള്ളത്. അത് ആദ്യം തിരിച്ചറിയണം. ഓയിൽ സ്കിന്നാണോ, സെൻസിറ്റീവ് ആണോ, ഡ്രൈ സ്കിന്നാണോ എന്നുള്ളത് ആദ്യം തിരിച്ചറിയണം. അത് പലർക്കും അത് അറിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അവനവൻ്റെ സ്കിന്ന് ഏതാണെന്നുള്ളത് ഇപ്പോഴും പലർക്കും അറിയില്ല. അതായത് നമ്മുടെ മുഖം ചുളിഞ്ഞു വല്ലാണ്ട് അത്രയ്ക്ക് അടക്കുമ്പോഴാണ് അയ്യോ എൻ്റെ ഡ്രൈ സ്കിന്നായിരുന്നു അല്ലേ എന്നുള്ളത്. അപ്പോൾ അതിന് മുപ്പാട് നമ്മൾ ഡ്രൈ സ്കിന്നിന് എതിരായിട്ടുള്ള കുറേ പാക്കുകളൊക്കെ അവിടെ ചെയ്ത് നമ്മുടെ മുഖം നാശാക്കി കളഞ്ഞിട്ടുണ്ടായിരിക്കും കേട്ടോ. നമുക്കിത് എങ്ങനെയാണ് തിരിച്ചറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ സ്കിന്നൊക്കെ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. നമ്മൾ ഒരു ഫേസ് വാഷൊക്കെ ഇട്ട് മുഖം കഴുകിയതിന് ശേഷം ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കണ്ണാടിയിൽ നോക്കുക. ഇല്ലെങ്കിൽ ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് നമ്മൾ മുഖം തുടച്ച് കഴിഞ്ഞാൽ അതിൽ ഓയിൽ വരുന്നുണ്ടെങ്കിൽ അത് ഓയിൽ സ്കിന്നാണ്. അവർ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ഉറപ്പായിട്ട് ആവി പിടിക്കണം. അതുപോലെ സ്ക്രബിങ് മസ്റ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് ഈ എണ്ണമഴുക്കിൻ്റെ ഒപ്പം അഴുക്കൾ കയറി പോകുമ്പോൾ ഇരട്ടി ദോഷമാണ് അവരുടെ സ്കിന്നിന്. അത് മുഖത്ത് കുരുക്കൾ വരുന്നതും എന്ത് ചെയ്തിട്ട് ഒരു റിസൾട്ട് കിട്ടാണ്ടിരിക്കുന്നതൊക്കെ ആ സ്കിന്ന് ശ്രദ്ധിക്കാതെ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് നമ്മൾ ഈ കുറ്റി വെച്ചിട്ട് ആവി പിടിക്കണമെന്നൊന്നുമില്ല. കുറച്ച് വെള്ളം തിളപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് മുഖത്തിങ്ങനെ ആവി പിടിച്ചാലും മതി. അത് കഴിഞ്ഞ് നല്ലപോലെ മുഖം വാഷ് ചെയ്യണം. അതുപോലെ നല്ല സ്ക്രബിങ് കൊടുക്കുക. സ്ക്രബിങ്ങൊക്കെ കൊടുക്കാൻ നിസ്സാരമാണ്. ഒന്നുമില്ലെങ്കിൽ കറ്റാർവാഴയും നമ്മുടെ ഇതും അരിപ്പൊടിയും ഇട്ടിട്ട് ജസ്റ്റ് വെറുതെ സ്ക്രബിങ് കൊടുക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ തക്കാളിയും പഞ്ചസാര പൊടിച്ചതും ഇട്ടിട്ട് സ്ക്രബിങ് കൊടുക്കുക. പല രീതിക്കുണ്ട് സ്ക്രബിങ്. ഇല്ലെങ്കിൽ ദോശമാവ് ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് നമുക്ക് സ്ക്രബിങ് കൊടുക്കാം. ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മൾ മനസ്സ് വെച്ചാൽ മാത്രമേ നമുക്കിത് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഉറപ്പായിട്ട് ചെയ്യുക. അപ്പോൾ ഓയിൽ സ്കിന്നുകാർ ആ ഒരു ഭാഗം ക്ലിയർ ആക്കുക. അത് കഴിഞ്ഞിട്ട് മറ്റുള്ള 2 സ്കിന്നുകാരും ആഴ്ചയിൽ ഒരു വട്ടമൊക്കെ സ്ക്രബിങ് ചെയ്താൽ മതി. അവരാവും അങ്ങനെ പിടിക്കുന്നു വലിയ നിർബന്ധമൊന്നുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മുഖത്ത് പ്രത്യേകിച്ച് വേറെ ദോഷങ്ങളൊന്നും വരില്ല. ഇടയ്ക്കൊന്നൊക്കെ മുഖം ഒന്ന് കഴുകി സെറ്റാക്കി എടുത്താൽ മതി കേട്ടോ. സ്ക്രബിങ് കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മുടെ മുഖത്തത്തെ അഴുക്കൾ കംപ്ലീറ്റൊക്കെ പോയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ പറയുന്ന രീതിയിലുള്ള പാക്കുകൾ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. പാക്കുകൾ മാത്രം ഇട്ടിട്ട് നിങ്ങൾ വെളുത്ത് തുടുത്ത് അങ്ങനെ വരുന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ. ഞങ്ങൾ പറയും കിടിലം പാക്കാണ്, അതാണ് ഇതാണെന്നൊക്കെ ഞങ്ങൾ പറയും. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ധാരാളം വെള്ളം കുടിക്കണം. നമ്മൾ പാക്ക് മാത്രം ഇട്ടിട്ട് നമുക്കൊന്നും കിട്ടാൻ പോകണില്ല കേട്ടോ. നമ്മുടെ ശരീരത്തിലോട്ട് സ്കിന്നിലേക്ക് ധാരാളം വെള്ളം ആവശ്യമാണ്. അപ്പോഴാണ് നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുക. അതേപോലെ ജ്യൂസുകൾ നിങ്ങൾക്ക് പറ്റാവുന്നുണ്ടെങ്കിൽ ബീട്രൂട്ട് ക്യാരറ്റൊക്കെ അങ്ങനെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്യൂസുകളായിട്ട് നമ്മൾ ഉള്ളിലോട്ട് കഴിക്കുക. അതുപോലെ നമ്മുടെ ഇലക്കറികൾ, അത് മുടി വളരാൻ മാത്രമൊന്നുമല്ല, നമ്മുടെ സ്കിന്നിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ. അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് ചെയ്യുക.
ഉണക്കമുന്തിരി കഴിക്കുക. അപ്പോൾ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ മുഖത്തുണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് നല്ലൊരു പ്രകാശം തന്നെ ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ ഞാൻ പറയുന്ന രീതിയിലൊന്ന് കുറച്ച് ദിവസം കഴിച്ച് നോക്കൂ കേട്ടോ. കുറച്ച് ഉണക്കമുന്തിരി എടുത്തിട്ട് തലേ ദിവസം വെള്ളത്തിലിട്ട് പിറ്റേ ദിവസം കാലത്ത് എണീറ്റ് വന്നിട്ട് അതൊന്ന് ഞരണ്ടി പിഴിഞ്ഞ് ആ കൊറ്റനും ആ വെള്ളമടക്കം നിങ്ങൾ കുടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അന്നത്തെ ദിവസം നിങ്ങൾ ഫുൾ എനർജറ്റിക് ആയിരിക്കും. ഞാനിവിടെ ചെയ്ത് പരീക്ഷിച്ച് നോക്കിയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അതൊക്കെ. അതുകൊണ്ട് എനിക്ക് ഉപകാരം കിട്ടിയപ്പോൾ ഞാനതൊക്കെ പലവട്ടം ഞാൻ മുന്നത്തെ വീഡിയോകളൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ അടുത്ത് വെച്ചിട്ടാണ് അതൊക്കെ നിർത്തിയത്. അപ്പോൾ നമ്മൾ ഈ ഡ്രൈ സ്കിന്ന് അല്ല ഈ മുന്തിരി നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ മുടിക്ക് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലോട്ട് ചെന്നാൽ നമ്മുടെ മുഖത്തിനൊരു പ്രകാശമൊക്കെ വരും. അപ്പോൾ നമ്മൾ ഈ പാക്കുകൾ ചെയ്യണതിന് ഒരു ഗുണമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ പാക്കിലേക്ക് പോവാം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഓട്സ് പൊടിച്ചതാണ്. പൊടിച്ചിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിതൊക്കെ ചെയ്യാൻ എളുപ്പമല്ലേ. ഇത് മസ്റ്റായിട്ട് ആഴ്ചയിൽ ഒരു 3 വട്ടമെങ്കിലും നിങ്ങൾ ഈ പാക്ക് ഇട്ടിരിക്കണം. എന്നാൽ തന്നെയാണ് നല്ലൊരു റിസൾട്ടിലേക്ക് നിങ്ങൾ എത്തുള്ളൂ കേട്ടോ. ഓട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊളാജ് വർദ്ധിപ്പിക്കാനും അതുപോലെ സ്കിൻ ടോണൊക്കെ കൃത്യമായിട്ട് രീതിയിലേക്കൊക്കെ എത്തിക്കാനൊക്കെ ആയിട്ട് വളരെയധികം ഗുണം ചെയ്യണ ഒന്നാണ് കേട്ടോ. അപ്പോൾ ഓട്സ് നമ്മൾ കുറച്ചെന്ന് വെച്ചാൽ ഒരു ചെറിയ ചപ്പിലേക്ക് പൊടിക്കുകയാണെങ്കിൽ നമുക്ക് 1 ടീസ്പൂണിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ അത് പൊടിച്ച് വയ്ക്കാം. പിന്നെ നമുക്ക് വേണ്ടത് പാല്, പച്ചപ്പാൽ കേട്ടോ, കാച്ചാത്ത പച്ചപ്പാൽ. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ തേൻ. എൻ്റെ എല്ലാ ബാഗിലും തേൻ ഉണ്ടാവും അല്ലേ. തേൻ നിങ്ങൾ നല്ലത് നോക്കിയിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഈ പഞ്ചസാര പായനി കലക്കി ശർക്കര പായനി കലക്കി ഇതൊന്നും എടുത്തു കഴിഞ്ഞാൽ സ്കിന്നിന് നാശമായി പോകും. ഞാൻ മുന്നേ കൂട്ടി പറയണു, നല്ല തേൻ എടുക്കാനായിട്ട് ശ്രദ്ധിച്ചോളൂ. അപ്പോഴാണ് നമ്മൾ വിചാരിച്ച റിസൾട്ടിലേക്ക് എത്തുക. തേൻ നല്ലൊരു മോയ്സ്ചറൈസാണ്. പാല് നമ്മുടെ സ്കിൻ വൈറ്റനിങ് ചെയ്യാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇന്ന് പാക്ക് ഇടുന്നേക്കാളും ഉപ്പാട് നമ്മുടെ മുഖം കഴുകി വന്നിട്ടുണ്ട്. എന്നാലും നമ്മൾ ഇച്ചിരി പാലെടുത്തിട്ട് കാണുന്നുണ്ടാവും ഇത്രയും പാലെടുത്തിട്ടൊന്ന് ജസ്റ്റ് മുഖം ഒന്ന് ക്ലീൻ ചെയ്യാണ് കേട്ടോ. എന്ന് കഴിഞ്ഞാൽ നമ്മൾ എത്ര കഴുകി വന്നാലും നമ്മുടെ മുഖത്ത് അഴുക്കുണ്ടാവും. അപ്പം അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മുഖം ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ നല്ലതാണ് കേട്ടോ. നമ്മൾ ഈ പാല് കൊണ്ട് ചെയ്യുമ്പോൾ തന്നെ മുഖത്ത് നല്ലൊരു വൈറ്റനിങ് വരും. നമ്മളൊരു പാക്ക് ഇട്ടിട്ടില്ല കേട്ടോ, എന്നിട്ടാണ് പറയണത്. പക്ഷേ ഈ വൈറ്റനിങ് വരുന്നതിൻ്റെ ഒപ്പം മുഖത്തത്തെ അഴുക്കും കൂടി വരും. ഈ വെള്ളപ്പഞ്ഞി പോയിട്ട് കളർ മാറിയത് കണ്ട. ഞാനിപ്പോൾ ഈ മുഖം കഴുകിയിട്ട് തന്നെ ഇവിടെ വന്നിരുന്നത്. ഇതൊക്കെ ഇട്ടിട്ട് ഫേസ് വാഷൊക്കെ ഇട്ടിട്ട് മുഖം കഴുകി വന്നതാണ്. മോയ്സ്ചറൈസ് അല്ല കേട്ടോ, തെറ്റി പറഞ്ഞതാണ്. അതുപോലെ തന്നെ നമ്മൾ വെയിലത്തൊക്കെ പോയിട്ട് പെട്ടെന്നൊക്കെ, ഇപ്പോൾ വെയിലില്ല മഴയാണ്, പോയിട്ടൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ വെള്ളരിക്ക ഉണ്ടല്ലോ, വെള്ളരിക്ക അടിപൊളിയാണ് കേട്ടോ. നമ്മൾ തൈര് പറയണ പോലെ തന്നെ വെള്ളരിക്കും അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒന്നാണ്. എന്താ കളർ കണ്ടോ. ജസ്റ്റ് ഒന്ന് തുടച്ച് ക്ലീനാക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ പാക്ക് തയ്യാറാക്കാം കേട്ടോ. ഒരു 3 വട്ടമെങ്കിലും ചെയ്യണം. ഇപ്പം നമ്മൾ പലരും ഈ ഗ്ലൂട്ടോത്തയാൻ്റെ പിന്നാലെയാണ്. സിമ്പിളായിട്ട് ആ ഗുളിക അങ്ങോട്ട് കഴിക്കുക, തൂവെള്ള പോലെ അങ്ങോട്ട് ആവുക. ഇതൊക്കെയാണല്ലോ എല്ലാവർക്കും വെളുക്കാനല്ലേ ആഗ്രഹം. അപ്പോൾ അതൊക്കെ ചെയ്യണോണ്ട് കുഴപ്പമൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാനതിൻ്റെ വശങ്ങളോട്ട് ഞാൻ ചിന്തിച്ചിട്ടില്ല, ഞാൻ പോയിട്ടില്ല, ചെയ്തിട്ടില്ല. പക്ഷെ നമുക്ക് ഗ്ലൂട്ടോത്തയാൻ്റെ പോലെ റിസൾട്ട് കിട്ടുന്ന കുറച്ച് ജ്യൂസ് ഞാൻ പറഞ്ഞില്ല, ബീട്രൂട്ട് ക്യാരറ്റൊക്കെ നിങ്ങളൊരു മാസം തന്നെ കഴിച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ നിങ്ങളുടെ കളർ തന്നെ മാറും കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നെഞ്ചത്തെ കളറാണ് നമുക്കുള്ള ശരിക്കുള്ള കളറ്. അത് മാത്രമല്ല, നമുക്ക് കൈയൊക്കെ കരിവാളിപ്പോൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൈയൊക്കെ ആദ്യമൊക്കെ മുഖം മാത്രമേ കളറുണ്ടായിരുന്നുള്ളൂ. അതും കുറച്ച് വ്യത്യാസം വന്ന രീതിയിലായിരുന്നു കേട്ടോ. അത് നമ്മൾ ചില മരുന്നുകൾ കഴിക്കുമ്പോൾ നമുക്ക് അങ്ങനെ വരും. പക്ഷേ ഈ ജ്യൂസ് നമ്മൾ ഞാൻ ഒരു മാസം അടുപ്പിച്ചിങ്ങനെ ഒക്കെ പരീക്ഷണം എന്ന് പറഞ്ഞ പോലെ കഴിച്ച് നോക്കിയതിന് ശേഷം ഞാൻ ഇവിടെ വന്ന് പറയുള്ളൂ കേട്ടോ. അപ്പോൾ അത് കഴിച്ച് നോക്കിയപ്പോൾ നല്ലൊരു മാറ്റം തന്നെയാണ് എനിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വിറ്റാമിൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയല്ലോ, ക്യാരറ്റിൻ്റെയും ബീട്രൂട്ടിൻ്റെ ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇനി നമുക്ക് മുഖം നമ്മൾ തുടച്ച് ആയി കഴിഞ്ഞ് ഒന്ന് വലിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത പാക്കിലോട്ട് പോവാം. ഗ്ലൂട്ടോത്തയാൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അത് ചെയ്യണോണ്ട് ഞാനെതിരൊന്നും പറയില്ല കേട്ടോ. പക്ഷേ പുറത്തെ രാജ്യങ്ങൾ അതിൻ്റെ ഇഞ്ചക്ഷനൊക്കെ ഉണ്ടല്ലോ,
50,000 മീതിയാണ് ഒരു സിറ്റിംഗ് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. അവൾക്ക് അവിടെ ബ്യൂട്ടി പാർലറാണ്. അപ്പോൾ അവിടെ വരുന്ന ആൾക്കാർ അത്യാവശ്യം നല്ല കളറുള്ളതാണ്. എന്നിട്ട് പോലും ഇത് ഈ ഈ സിറ്റിങ്സ് എടുക്കാനായിട്ട് അത് ഒരെണ്ണത്തിലൊന്നും പോരില്ല. 2-3 വട്ടമൊക്കെ എടുത്താലാണ് ആ ഒരു കാര്യത്തിലേക്ക് നമുക്ക് അതൊരു ഇഞ്ചക്ഷനാണ് ശരീരത്തിലേക്ക് കുത്തിക്കയറ്റുന്നത്. അപ്പോൾ എത്രത്തോളം ഗുണം ചെയ്യുന്നോ കാലക്രമേണ നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം ദോഷം ചെയ്യുന്നോ എനിക്കറിയില്ല. ഞാൻ അതിനായിട്ട് പ്രോത്സാഹിപ്പിക്കാൻ നിൽക്കാറില്ല കേട്ടോ. അങ്ങനെയൊക്കെ ആ ടാബ്ലറ്റ് കഴിക്കുന്നതിന് പോലും ഞാൻ പ്രോത്സാഹിപ്പിക്കാൻ നിൽക്കാറില്ല. ഞാൻ ഈ വക നാച്ചുറൽ പാക്ക് നിങ്ങളെ അടുപ്പിച്ച് കുറച്ച് റിസൾട്ട് വൈകിയാലും നമുക്ക് ഈ നാച്ചുറൽ പാക്ക് ചെയ്യാൻ ഞാൻ നിർബന്ധിക്കാറുള്ളൂ, ആരെയായാലും. അപ്പോൾ നമുക്ക് ഇതൊരു ടീസ്പൂൺ ഓട്സിൻ്റെ പൊടി എടുക്കാം. അല്ല, അതിലോട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ പാല്, പിന്നെ നമ്മൾ 1/2 ടീസ്പൂണോളം തേനും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. നല്ല പോലെ മിക്സ് ചെയ്ത്, വല്ലാണ്ട് ഡ്രൈ ആവാൻ പാടില്ല, എന്നാൽ വല്ലാതെ ലൂസാവാനും പാടില്ല കേട്ടോ. കണ്ടോ, ഒരു ക്രീം പരുവത്തിലേക്ക് കിട്ടും. നമ്മളൊരു 2 മിനിറ്റ് നേരം ഇങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ ഒരു ക്രീം പോലെ കിട്ടും. അല്ലാതെ ഇട്ടപ്പോൾ തന്നെ എടുത്തിട്ട് മുഖത്ത് തേക്കാനും പാടില്ല കേട്ടോ. മുഖത്ത് നമ്മൾ തേക്കണേനുണ്ട് ഒരു പരുവൊക്കെ. ഇത് ഇത്തിരി കട്ടി കൂടുതലാണെന്നുണ്ടെങ്കിൽ തിരിച്ച് പാലും തേനും മിക്സ് ചെയ്തിട്ട് ഒഴിച്ചോളൂ കേട്ടോ. അപ്പോൾ നമ്മളിവിടുത്തെ കറക്റ്റാണ്. അപ്പോൾ നമുക്കിത് ആദ്യം മുഖത്തിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ 1 ടീസ്പൂൺ ഓട്സിൻ്റെ കാര്യമേ ഉള്ളൂ. പിന്നെ 1/2 ടീസ്പൂൺ പാലെടുത്തു, 1/2 ടീസ്പൂൺ നമ്മൾ തേനും എടുത്തു. ഇതേപോലത്തെ കുഞ്ഞ് ടീസ്പൂണിലാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ സാധാരണ ഇടത്തരം ടീസ്പൂണിലാണ് ഞാനിവിടെ ഒക്കെ ഇത് ചെയ്തേക്കുന്നത്. പിന്നെ മിക്കതും എല്ലാ പാക്കും അങ്ങനെ തന്നെയാണ്. ഇതിപ്പോൾ ഈ പാക്ക് നമുക്ക് നമ്മുടെ സാധാരണ നോർമൽ സ്കിന്നുകാർക്കുള്ള പാക്കാണ്. ഇനി ഇതിൽ ഓയിൽ സ്കിന്നുകാരാണ് ഈ പാക്ക് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 തുള്ളി ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഓരോ സ്കിന്നിന് പറ്റിയിട്ടുള്ള ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോർമൽ സ്കിന്നിന് ഇപ്പം നമ്മൾ ചേർത്ത രീതിയിൽ ചെയ്ത് കൊടുക്കുക. ഓയിൽ സ്കിന്നിന് നാരങ്ങ നീര് ചെയ്ത് കൊടുക്കുക. ഈ 3 ഇട്ടിട്ട് നമ്മൾ നാരങ്ങ നീരാക്കുക. ഇനി ഡ്രൈ സ്കിന്നാണെങ്കിൽ നമുക്കിതിൽ ആൽമണ്ട് ഓയിൽ അത് നമ്മൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. ആൽമണ്ട് മുഖത്ത് തേക്കണ ഓയിലുണ്ട്, ഹെയർ ഓയിലല്ല, മുഖത്ത് തേക്കണ ഓയിലുണ്ട്. അപ്പോൾ അത് ആൽമണ്ട് സ്വീറ്റ് ഓയിൽ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അത് നമ്മൾ മുഖത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഓട്സ് നല്ല പോലെ പൊടിയണം കേട്ടോ. നല്ല നൈസ് പൗഡറായിട്ട് കിട്ടണം. നമുക്കിതൊരു 15 മിനിറ്റ് നേരത്തന്നെ ആവശ്യമുള്ളൂ കേട്ടോ. കഴുത്തിലേക്കും കൂടി നിങ്ങൾ ഇട്ടോളും. എൻ്റെ അല്ലെങ്കിൽ ഇവിടേക്ക് എൻ്റെ ഡ്രസ്സിലേക്കൊക്കെ ആവും. പിന്നെ നമുക്ക് കഴുത്തിലേക്ക് എനിക്ക് വേറെ കളർ വ്യത്യാസമൊന്നും എനിക്ക് ഫീൽ ചെയ്യണില്ല. അതായത് നമുക്ക് ഇവിടെയൊക്കെ ഒരു ഡാർക്ക് കളർ വരില്ലേ, അതൊക്കെ പോകാനൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ പാക്ക് മുഖത്തും കഴുത്തിലൊക്കെ സെയിം ആയിട്ട് ഇടാൻ പറയണത്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് തോന്നണില്ല, അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. നിങ്ങളിടുമ്പോൾ ഇട്ടോളാം. പിന്നെ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഒരു ജോലി ആയതുകൊണ്ട് നമ്മൾ പല പാക്കുകളും ഇവിടെ ഇട്ട് കാണിച്ച് റിസൾട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ചിലതൊക്കെ നമ്മളിങ്ങനെ കഴുത്തിലേക്കൊക്കെ ഇടാറുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യണവരൊക്കെ ആണെങ്കിൽ കഴുത്തിലേക്കൊക്കെ ഇട്ടോളൂ കേട്ടോ. കഴുത്തിലും കയ്യുമ്മലേക്കൊക്കെ ഇട്ടോളൂ. നല്ല റിസൾട്ട് തന്നെയാണ് കേട്ടോ. അതായത് നമ്മുടെ മുഖം കഴുത്തും കളറായിട്ട് കൈ വേറെ കളറായി അത് ഒരു മോശമല്ലേ. അപ്പോൾ നമ്മൾക്ക് കയ്യിനും ഇട്ടുകൊടുത്താൽ, അപ്പോൾ കഴുത്തിൻ്റെ ഇവിടെ ഇടുമ്പോൾ ഇവിടം വരയ്ക്ക് നമ്മൾ കാണുന്ന ആ ഭാഗം വരയ്ക്കും നമ്മൾ ഇടണം. അല്ലാണ്ട് ഈ കഴുത്ത് വരെ നിർത്തിയിട്ട് സ്റ്റോപ്പ് ചെയ്യൽ ചെയ്യുക. ഇവിടെ കൊണ്ട് നമ്മളിങ്ങനെ ഇറക്കി ഇടണം കേട്ടോ. അപ്പോൾ നമുക്കിതൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം. കിട്ടിയ റിസൾട്ടാണ്. അപ്പോൾ ഒരു 3 വട്ടം ആഴ്ചയിൽ ഒരു 3 വട്ടമൊക്കെ നമ്മൾ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ മുഖം കഴുകി വന്നിട്ട് അടിപൊളിയായിട്ടില്ലേ, നല്ല റിസൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ടല്ലേ.
അപ്പോൾ എല്ലാവരും ഒന്ന് വേഗം തന്നെ ചെയ്ത് നോക്കുക. ആഴ്ചയിൽ ഒരു 3 വട്ടമെങ്കിലും ഉറപ്പായിട്ട് നിങ്ങൾ ഈ പാക്ക് ഇടണം കേട്ടോ. അപ്പം മറ്റുള്ള സ്കിന്നുകാർ പറഞ്ഞ രീതിക്ക് തന്നെ നമ്മളത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഈ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടൊരു മോയ്സ്ചറൈസ് നിർബന്ധമായിട്ട് നമ്മൾ തേച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.